ഹലോ നമസ്കാരം, ഞാൻ ഹർഷ ആൻഡ് വെൽക്കം ടു മൈ ചാനൽ ലൈഫ്സ്റ്റൈൽ ബീറ്റ്സ് വിത്ത് ഹർഷ. ഓണം വിഷു മാസങ്ങളെന്നു പോലെ മലയാളികൾക്ക് ഒരുപാട് വിശേഷപ്പെട്ട മാസമാണ് കർക്കിടക മാസവും. ഈ മാസത്തിലാണ് നമ്മൾ കർക്കിടക കഞ്ഞി ഉണ്ടാക്കുന്നതും കഴിക്കുന്നതും. മിക്ക വീടുകളിലും കർക്കിടക കഞ്ഞി വെക്കാറുണ്ട്, പല സ്ഥലത്തും പല രീതിയാണെന്ന് മാത്രം. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് എൻ്റെ അമ്മ ഉണ്ടാക്കുന്ന രീതിയിലെ കഞ്ഞിയാണ്. അപ്പം നമുക്കതൊന്ന് കണ്ടു നോക്കാം. അധികം ടൈം വേസ്റ്റ് ചെയ്യാണ്ട് നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. മരുന്ന് കഞ്ഞി ഉണ്ടാക്കാനുള്ള പച്ചമരുന്നുകളാണ് നമ്മൾ ഈ എടുത്ത് വെച്ചേക്കുന്നത്. ഇതൊക്കെ എല്ലാം നമ്മുടെ വീടിന് ചുറ്റളവിൽ തന്നെ കിട്ടുന്നതാണ് കേട്ടോ. ഇത് കുറുന്തോട്ടി എന്നാണ് ഇതിനെ പറയുന്നത്. ഇപ്പം എടുത്തേക്കുന്നത് മുയൽ ചെവി, ഇത് വെട്ടടവ്, ഇത് കൊടിത്തുവ എന്ന് പറയും. ഇപ്പം നമ്മൾ വെച്ചത് കാന്താരി കൊടിയാണ്. കാന്താരിയില്ലേ, അതിൻ്റെ ഇലകളും ആണ്. ഇത് നീല ശംഖുപുഷ്പത്തിൻ്റെ ഇലയാണ്. വെള്ള ശംഖുപുഷ്പത്തിൻ്റെ ഇലയും നമ്മൾ എടുക്കുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ ഞെട്ടുകളും ഇലകളും ഒക്കെ നമ്മൾ എടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ മൈലാഞ്ചി വെച്ചു. ഇത് കീഴാർ നെല്ലി, കല്ലുരുക്കി, പൂവാങ്കുരുന്നില. ഇപ്പം എടുത്തേക്കുന്ന ചെടിയുടെ പേരാണ് മുക്കൂറ്റി. ഇതാണ് ചെറുള. പിന്നെ നമുക്ക് കൃഷ്ണ തുളസി വേണം. ഇനി നമ്മൾ എടുക്കാൻ പോകുന്നത് വള്ളിയൊഴിഞ്ഞ, പിത്തൻകൊള്ളി, പർപ്പടകപ്പുല്ല്, വൻകടലാടി, ഇതാണ് ചെറുകടലാടി. പിന്നെ നമ്മൾ വീണ്ടും മുക്കൂറ്റി വെച്ചിട്ടുണ്ട്. ഇതാണ് കരിങ്കുറിഞ്ഞി, ആടലോടകം. പിന്നെ നമ്മൾ പ്ലാവില പഴുത്തതെടുക്കാൻ നോക്കണം. മാവില അതും പഴുത്തതെടുക്കാൻ നോക്കണം. ഇതിൻ്റെ ഞെട്ടും നമ്മൾ എടുക്കുന്നുണ്ട് കേട്ടോ. ഇത് ആശാളിയാണ്. ഇത് ഏതൊരു കടയിലും നമുക്ക് ഈസിലി അവൈലബിൾ ആയിട്ട് കിട്ടും. ഇത് ഉലുവ. ആശാളിയും ഉലുവയും 1/2 കിലോ വെച്ചിട്ടാണ് എടുത്തേക്കുന്നത്. ഇത് കുറച്ചു നേരം ഒന്ന് കുതിർത്ത് വെച്ചിട്ട് ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. അടുത്തത് നമ്മൾ ഉണക്കലരിയാണ് എടുക്കുന്നത്. ഉണക്കലരി ഇതിപ്പോൾ ഞാൻ കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇത്ര എടുത്തേക്കുന്നത്. ശരിക്കും നമ്മൾ 1 കിലോ ആണ് എടുത്തേക്കുന്നത്. കുതിർത്ത് വെച്ചേക്കുന്ന ഉണക്കലരി. അരമുറി നാളികേരം ചിരകി വെച്ച് നമ്മൾ എടുക്കുന്നുണ്ട്. ഇതിപ്പം നമ്മൾ എന്താ ചെയ്തതെന്ന് വെച്ചാൽ, നമ്മളെടുത്ത് പച്ചമരുന്നുകളുണ്ടല്ലോ, അതെല്ലാം നന്നായിട്ട് ഇടിച്ച് പിഴിഞ്ഞെടുത്ത വെള്ളമാണ്. ഇതിലാണ് നമ്മൾ നമ്മുടെ അരി വേവിക്കാൻ പോകുന്നത്. അപ്പം ഞാൻ ഇവിടെ ഒരു പാത്രത്തിൽ പച്ചമരുന്ന് ഇടിച്ചു പിഴിഞ്ഞ വെള്ളം എല്ലാം എടുത്ത് ഗ്യാസിൽ വെച്ചിട്ടുണ്ട്. ഇതൊന്ന് തിളച്ച് കഴിയുമ്പോഴാണ് നമ്മൾ ഇതിലേക്ക് അരിയും ഉലുവയും ആശാളിയും ചിരകി വെച്ച നാളികേരവും കൂടെ ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. ഇനി ഈ വെള്ളം ഒന്ന് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് ഇതിലേക്ക് ഉണക്കലരി ഇട്ട് കൊടുക്കണം. ഇതിപ്പം ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് കുറച്ച് എടുത്തേക്കുന്നത്. മറ്റേ അടുപ്പിൽ വലിയൊരു കലത്തിൽ സംഭവം റെഡിയാവുന്നുണ്ട്. ഇതിലിനി നമുക്ക് കുതിർത്ത് വെച്ചിരിക്കുന്ന ഉലുവ ചേർത്ത് കൊടുക്കാം. ആശാളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചിരകി വെച്ചിരിക്കുന്ന നാളികേരവും കൂടി നമ്മളിതിൽ നന്നായിട്ട് ചേർത്ത് ഇളക്കി വെക്കുന്നുണ്ട്. ഇനി ഇതെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇത് തിളപ്പിക്കാനായിട്ട് ഇങ്ങനെ വെച്ചേക്കുക. അരിയും ഉലുവയും ആശാളിയും എല്ലാം കൂടി നന്നായിട്ടൊന്ന് വെന്ത് വരണം. അത് കഴിഞ്ഞിട്ടാണ് നമുക്ക് താളിക്കലും പരിപാടികളും ഒക്കെ പിന്നീട് ചെയ്യാൻ പറ്റുള്ളൂ. ഇതിപ്പം നമ്മുടെ കഞ്ഞി ഇതാ ഇവിടെ തിളച്ച് മറിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഇതിപ്പോൾ ഈ ഒരു പരുവമല്ല നമുക്ക് വേണ്ടത്. ഇതൊരുപാട് വെള്ളമല്ലേ. നമ്മളിത് ഇനി ഇത്തിരിയും കൂടി വേവിച്ചിട്ട് ഒരു കുഴമ്പ് രൂപത്തിലാക്കി വെക്കണം. അതാണ് അതിൻ്റെ കറക്റ്റ് പരുവെന്ന് പറയുന്നത്. കുറച്ച് കയ്പുണ്ടാവും, കാരണം നമ്മൾ ഉലുവ പച്ചമരുന്നൊക്കെ ഇട്ടേക്കുന്നതല്ലേ. അത് കാരണം ചെറിയ കുട്ടികൾക്കൊന്നും ഇത്
ഒട്ടും ഇഷ്ടപ്പെടില്ല. പക്ഷേ വലിയ ആൾക്കാർക്കൊക്കെ ഇത് നല്ലതാണ്, കാരണം ഇതിൻ്റെ ഗുണങ്ങൾ ഒരുപാടുണ്ട്. ഇപ്പം നമ്മുടെ കഞ്ഞി നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇതിലേക്ക് ഉലുവ, ആശാളി, അതിൻ്റെയൊക്കെ സത്ത് നന്നായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഈ ഒരു പാകമാണ് നമുക്ക് കഞ്ഞി നന്നായിട്ട് വെന്ത് വരുമ്പോൾ നമുക്കിതൊരു അരപ്പ് ചേർത്ത് കൊടുക്കണം. ഈ അരപ്പിൽ നാളികേരമുണ്ട്, ചെറിയുള്ളിയുണ്ട്, ജീരകമുണ്ട്, പിന്നെ വട്ടുകായ എന്ന് പറയുന്നൊരു മരുന്നും കൂടി നമ്മൾ നന്നായിട്ട് അരച്ച് കഞ്ഞിയിലേക്ക് ചേർത്ത് ഒന്നും കൂടി ഒന്ന് തിളപ്പിച്ചു കൊടുക്കണം. നമ്മളിപ്പോൾ നമ്മുടെ അരപ്പ് ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് നമ്മുടെ ടേസ്റ്റ് അനുസരിച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക. ഒരു തിളയും കൂടെ വന്നിട്ട് ഇതൊന്ന് ഓഫ് ചെയ്ത് വെക്കുക. അടുത്ത നമ്മൾ കഞ്ഞി താളിക്കാൻ പോവാണ്. കഞ്ഞി താളിക്കാനായിട്ട് ഇവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. നെയ്യൊന്ന് ചൂടാകുമ്പോഴത്തേക്ക് ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കുക. നെയ്യ് ഒഴിച്ച് താളിക്കുന്നതായിരിക്കും ഏറ്റവും കൂടുതൽ ടേസ്റ്റ് വരിക കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മുരിച്ചെടുക്കണം. ഈ ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവണം നമ്മുടെ ചെറിയുള്ളി. അത് കഴിഞ്ഞിട്ട് നമ്മളിത് കഞ്ഞിയിലോട്ട് താളിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ കർക്കിടക കഞ്ഞി അല്ലെങ്കിൽ മരുന്ന് കഞ്ഞി അല്ലെങ്കിൽ ഔഷധ കഞ്ഞി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ശരിക്കും 3 ദിവസം കുടിക്കണമെന്നാണ് പറയുന്നത്. ഞങ്ങളിപ്പം ഇതൊരു 3 ദിവസത്തേക്കുള്ളത് ഉണ്ടാക്കി വെക്കുകയാണ് പതിവ്. ഫ്രിഡ്ജിലെടുത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴാണോ കഴിക്കേണ്ടതെന്ന് വെച്ചാൽ അപ്പോൾ ചൂടാക്കിയിട്ട് ഇത് കഴിച്ചാൽ മതി. ഒരു കാര്യം നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക, മരുന്ന് കഞ്ഞി കഴിക്കുമ്പോൾ നിങ്ങൾ നോൺ വെജ് ഒന്നും കഴിക്കരുത്. അത് ചേർന്ന് പോകില്ല. കാരണം നമ്മൾ മരുന്ന് കഞ്ഞി കഴിക്കുന്നത് തന്നെ നമ്മുടെ ശരീരം ഒന്ന് ശുദ്ധി വരുത്താനായിട്ടാണ്, ഉള്ളിലൊക്കെ എല്ലാം ഒന്ന് ക്ലീൻ ആവാനായിട്ടാണ്. അത് കാരണം നോൺ വെജ് മാക്സിമം ഒഴിവാക്കുക. ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ കർക്കിടക കഞ്ഞി റെസിപ്പിയുടെ വീഡിയോ. നിങ്ങൾ തീർച്ചയായിട്ടും ഈ കർക്കിടക മാസത്തിൽ ഇതൊന്നുണ്ടാക്കി കഴിച്ചു നോക്കൂ. എല്ലാ പച്ചമരുന്നുകളും എല്ലാ വീട്ടിലും കിട്ടണമെന്നില്ല, പക്ഷെ കിട്ടുന്നത് വെച്ച് നിങ്ങൾ ഇതുണ്ടാക്കി നോക്കൂ, കഴിച്ചു നോക്കൂ. ഒരുപാട് ഹെൽത്തിയാണ്, നമ്മുടെ ശരീരത്തിന് ഒരുപാട് നല്ല നല്ല ഗുണങ്ങൾ തരും. ഓരോ പച്ചമരുന്നിനും ഓരോ ഗുണങ്ങളുണ്ട്. ഇതായിരുന്നു ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്തേക്കുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക, റെസിപ്പി ഫാമിലി ആൻഡ് ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്തേക്കുക. അടുത്തൊരു അടിപൊളി വീഡിയോയിൽ കാണുന്നിടം വരെ എല്ലാവരും ഹെൽത്തി ആയിട്ടിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക. ബൈ ബൈ.